മരണപ്പെട്ട മകളേക്കാൾ നല്ലതാണ് വിവാഹമോചിതയായ മകൾ. മൂർഖൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ഉത്ര എന്ന പെൺകുട്ടിയെ ഭർത്താവ് കൊലപ്പെടുത്തിയ വാർത്തയറിഞ്ഞ് മരവിച്ച കേരള മനസാക്ഷി സോഷ്യൽ മീഡിയയിൽ കുറിച്ച വരികളാണിത്. ഭർത്തൃപീഡനത്തിന്റെ പേരിൽ വിസ്മയ ആത്മഹത്യ ചെയ്തപ്പോഴും അവൾക്ക് തുടർച്ചയുണ്ടായപ്പോഴും ഈ വാചകം സോഷ്യൽ മീഡിയ ഫീഡുകളിൽ വീണ്ടും റീപോസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോഴും അത് തുടരുന്നു. ഗ്യാസ് പൊട്ടിത്തെറിച്ചും കുക്കർ പൊട്ടിത്തെറിച്ചും ജീവൻ വെടിഞ്ഞ മുൻഗാമികൾക്ക് പിന്നാലെ സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിലും സൗന്ദര്യം കൂടിപ്പോയതിന്റെ പേരിലും കുറഞ്ഞുപോയതിന്റെ പേരിലും കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ട ബാധ്യതയിലും വീണ്ടും പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മരണത്തിനുമൊടുവിൽ ഭർത്തൃവീട്ടുകാരുടെ ചെയ്തികളെ എണ്ണി എണ്ണി കുറ്റം പറഞ്ഞ പെൺവീട്ടുകാരെത്തും. ജീവൻ കളയാമെന്ന തീരുമാനത്തിൽ എത്തുന്നതുവരെ പെൺകുട്ടികൾ എന്തിന് ആ ഇടങ്ങളിൽ തുടരുന്നു എന്ന ചോദ്യം അപ്പോഴും ഒരുപാട് ഉത്തരങ്ങളോടെ നിസ്സംഗത പാലിക്കും. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമൂഹം പരിഹാരങ്ങളുടെ നീണ്ട പട്ടിക നിരത്തി പദം പാടും. ഉയർന്ന വിദ്യാഭ്യാസമുള്ള, മികച്ച ജോലിയുള്ള, പുരോഗമനാത്മകമായ കാഴ്ചപ്പാടുള്ള പരിഷ്കൃത സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് പരിഹാരം ജീവനൊടുക്കൽ മാത്രമാകുന്നത്? ഒരു ഇറങ്ങിപ്പോക്ക് അവൾക്ക് സാധ്യമാകാത്തത് എന്തുകൊണ്ടാണ്? ഭർത്താവിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും സഹിച്ചവിടെ തുടരാൻ രക്ഷിതാക്കൾക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വിവാഹമോചനത്തെ പാപമായും നാണക്കേടായും ഇക്കാലത്തും കാണുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം ജീവിതത്തിൽ ശരിയായൊരു തീരുമാനമെടുക്കാൻ പെൺകുട്ടികൾക്ക് കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കിപ്പോഴും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യങ്ങൾ നിരവധിയാണ്. മ്യൂച്വൽ റിലേഷൻഷിപ്പ്, ലിവിങ് ടുഗെദർ, സെപ്പറേഷൻ, ഡിവോഴ്സ്, ഈ പദങ്ങളൊക്കെ നമ്മുടെ മെട്രോ നഗരങ്ങളിലെങ്കിലും നോർമലായി തുടങ്ങിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് കുറച്ചുകാലം ഒന്നിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കുഞ്ഞു വരെ ആയിക്കഴിഞ്ഞ് ഒന്നിച്ചു പോകാനാകുമെന്ന് മനസ്സിലാക്കിയാൽ മാത്രം വിവാഹം കഴിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തെ അതുകൊണ്ട് തന്നെ അത്രയ്ക്കങ്ങ് നോർമലായി കാണാൻ ശീലിച്ചു വന്ന സംസ്കാരത്തിന്റെ ഭാഗമായി നമുക്ക് സാധിക്കുന്നുമില്ല. നമ്മുടെ സമൂഹം കുടുംബത്തിന് കൽപ്പിക്കുന്ന പ്രാധാന്യം അത്രമേൽ ആഴത്തിൽ വേരുകളുള്ളതാണ്. ആ തായ്വേരിന്റെ ബലത്തിലാണ് സമൂഹത്തിന്റെ തന്നെ അടിത്തറ. ജനാധിപത്യം തൊട്ടുതെറിക്കാത്ത ഫ്യൂഡൽ വ്യവസ്ഥിതി തുടർന്നു പോരുന്ന ഇടങ്ങളാണ് കുടുംബങ്ങൾ. അവിടെ വ്യക്തികൾക്കല്ല കുടുംബത്തിന്റെ നിലനിൽപ്പിനാണ് പ്രാധാന്യം. അതിനായി എന്ത് കോംപ്രമൈസിനും വ്യക്തികൾ നിർബന്ധിതരാകും. വിസ്മയയും വിഷ്ണുജയും വിഭജികയും ഏറ്റവും ഒടുവിൽ ജീവനൊടുക്കിയ അതുലയുമെല്ലാം ആ കുടുംബസങ്കല്പത്തിന്റെ ഇരകളാണ്. വിവാഹം തുടർന്നുള്ള ജീവിതയാത്രയിൽ കൈപിടിച്ച് നടക്കാനുള്ള പങ്കാളിയെ കണ്ടെത്തുക എന്നതിലുപരി രണ്ടു കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഒരു ഇവന്റാണ് മലയാളിക്ക്. ചെറുക്കനെ നേർവഴിക്ക് നടത്തുന്നതിന്, കടം വീട്ടുന്നതിന്, ഗൾഫിൽ പോകുന്നതിന്, ചെറുക്കന്റെ സഹോദരിയെ വിവാഹം കഴിച്ചു വിടുന്നതിന് തുടങ്ങി പല കാര്യങ്ങൾക്കുമുള്ള ധനസമാഹരണമാണ് കല്യാണം. മധ്യവർഗ കുടുംബത്തിന് മുകളിലുള്ളവർക്കാണെങ്കിൽ കയ്യിൽ 4 പുത്തനുണ്ടെന്ന് നാട്ടുകാർക്ക് മുന്നിൽ മേലി നടിക്കാനുള്ള ഏറ്റവും മികച്ച അവസരം. ജീവിക്കുന്നത് സമൂഹത്തിന്റെ പൊതുബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയാണ് ഇതിനെല്ലാം പിന്നിലുള്ള മൂല കാരണം. ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടും ആ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ദേഹമാസകലം പൊന്നണിഞ്ഞ് അവൾ വിവാഹവേദിയിൽ എത്തുന്നത്, ഉത്തമ കുടുംബിനിയാകാൻ ശ്രമിക്കുന്നത് സമൂഹത്തോടുള്ള ആ ഭയത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരികയാണെങ്കിൽ നേരിടേണ്ടി വരുന്ന അരക്ഷിതാവസ്ഥകളെ, ചില ചോദ്യങ്ങളെ, ചില നോട്ടങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഭയം കൊണ്ടുള്ള കീഴടങ്ങലാണിത്. സ്വാശ്രയത്വത്തോടെ മക്കളെ വളർത്തുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ഏക പോംവഴി. കേരള സമൂഹത്തിൽ പരിവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സഹിക്കാൻ കഴിയാത്തതിനോടെല്ലാം ഉറച്ച ശബ്ദത്തിൽ ഉറക്കെ തന്നെ പറ്റില്ലെന്ന് പറയുന്നൊരു തലമുറ വളർന്നു വരുന്നുമുണ്ട്. നിയമപരമായും അല്ലാതെയും കേരളത്തിൽ വിവാഹമോചനം വർദ്ധിച്ചു വരുന്നതായുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. വിവാഹമോചന കേസുകളിലെ ഈ വർധന സാമൂഹ്യ പരിവർത്തനത്തിന്റെ തുടക്കമാണെന്ന് സാമൂഹ്യ നിരീക്ഷകർ പറയുന്നു. പക്ഷേ അതിന്റെ വേഗം പോരെന്നാണ് വിഭജികയുടെയും അതുലയുടെയും എല്ലാം മരണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് റിലീസായ ധബ്ബഡ് എന്ന ചിത്രം ഒരു വലിയ ചർച്ച തുടങ്ങി വെച്ചിരുന്നു. ഒരടി കിട്ടിയതിന് വിവാഹ ജീവിതത്തിൽ നിന്ന് തപ്സി പന്നു അവതരിപ്പിച്ച അമൃത എന്ന കഥാപാത്രം ഇറങ്ങി നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന്. അമൃത ജീവിതം എന്താണെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇഷ്ടമില്ലാത്ത, പൊരുത്തപ്പെടാനാകാത്ത വിവാഹബന്ധത്തിൽ തുടരുന്നതിനേക്കാൾ നല്ലത് അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ചിലപ്പോൾ സമൂഹത്തോടും കുടുംബത്തോടുമെല്ലാം ഇടംതിരിഞ്ഞു നിൽക്കേണ്ടി വന്നേക്കാം. കേട്ടാലറയ്ക്കുന്ന വിശേഷണങ്ങൾ കിരീടമായി അണിയേണ്ടി വന്നേക്കാം. പക്ഷേ മുന്നിൽ വലിയൊരു ലോകമുണ്ട്. മികച്ച ജീവിതത്തിനുള്ള അവസരങ്ങളുണ്ട്. അത് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. വിവാഹമോചനം ജീവിതത്തിന്റെ അവസാനമില്ല.